Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിനക്ക് എൻ്റെ കൂടെ വരണമെന്നില്ലേ? നിനക്ക് എൻ്റെ കൂടെ വരണമെന്നില്ലേ? Don't you want to come with me? Don't you want to come with me? എനിക്ക് ആളുകളുടെ പേര് ഓർത്തിരിക്കാൻ പാടാണ്, അതായത് ബുദ്ധിമുട്ടാണ്. എനിക്ക് ആളുകളുടെ പേര് ഓർത്തിരിക്കാൻ പാടാണ്. It's hard for me to remember names of people. It's hard for me എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പാടാണ്. To remember names of people. ആളുകളുടെ നെയിംസ്, പേര് റിമെമ്പർ ചെയ്യാൻ, ഓർത്തിരിക്കാൻ എനിക്ക് പാടാണ്. അവൻ പറയുന്നത് നുണയാണ്, വളരെ വ്യക്തമാണ്. അവൻ പറയുന്നത് നുണയാണെന്ന് വളരെ വ്യക്തമാണ്. It's very obvious he is lying. It's very obvious. Obvious എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. He is lying. He is lying എന്ന് പറഞ്ഞാൽ അയാൾ നുണ പറയുകയാണ്. ലൈ, LIE എന്ന് പറഞ്ഞാൽ നുണ. ലൈയിങ്, അതിന്റെ സ്പെല്ലിംഗ് നോക്കണം. ലൈയിങ് എന്ന് പറഞ്ഞാൽ നുണ പറയുകയാണ്. എനിക്ക് വീണ്ടും ടെസ്റ്റ് എടുക്കണം. എനിക്ക് വീണ്ടും ടെസ്റ്റ് എടുക്കണം. I have to take the test again. I have to take the test again. അവൻ അടുത്താഴ്ച വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ അടുത്ത ആഴ്ച വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. I am sure he will come next week. I am sure he will come next week. അതെനിക്ക് അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. അതെനിക്ക് അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. That was a memorable experience for me. That was a memorable experience for me. Memorable എന്ന് പറഞ്ഞാൽ അവിസ്മരണീയമായ, എക്സ്പീരിയൻസ്, അനുഭവം. ഓക്കെ, സോ ദാറ്റ് വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് ഫോർ മീ. നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ എത്ര പേരുണ്ട്? ഹൗ മെനി ഓഫ് യു ആർ ദേർ? ഹൗ മെനി ഓഫ് യു ആർ ദേർ? നമ്മൾ ഡിന്നറിന് എന്താണ് കഴിക്കാൻ പോകുന്നത്? നമ്മൾ ഡിന്നറിന് എന്താണ് കഴിക്കാൻ പോകുന്നത്? What are we going to have for dinner? What are we going to have for dinner? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് what are we going to eat for dinner എന്ന് ചോദിക്കുന്ന പോലത്തെ അർത്ഥം തന്നെയാണ് ഇവിടെ. പക്ഷേ what are we going to eat എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ഇംഗ്ലീഷ് ആണ് what are we going to have for dinner. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, നീ പറ. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, നീ പറ. He won't listen to me. You tell him. He won't listen to me. You tell him. He won't, will not listen to me. അതായത് ഞാൻ പറയുന്നത് അവൻ ലിസ്റ്റ് ചെയ്യില്ല, കേൾക്കില്ല. You tell him. നീ അവൻ്റെ അടുക്കൽ പറ. ബാഗിൽ ഉള്ളതെന്താണെന്ന് നീ എനിക്ക് കാണിക്കേ. ബാഗിൽ ഉള്ളതെന്താണെന്ന് നീ എനിക്ക് കാണിക്കേ. Show me what you have got in the bag. Show me what you have got in the bag. കഴിഞ്ഞ 5 ദിവസമായി ഇടവിട്ട് മഴ പെയ്തിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി ഇടവിട്ട് മഴ പെയ്തിരുന്നു. It rained intermittently for the past 5 days. It rained intermittently for the past 5 days. അതായത് ഇടവിട്ട് പെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ഇന്റർമിറ്റന്റ് എന്നാണ് പറയുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തില്ല, ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ നിൽക്കും, അങ്ങനെ നിൽക്കുക, സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന രീതിയിൽ ഉള്ളതിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പറയുന്നത് കഴിഞ്ഞ 5 ദിവസമായി ഇന്റർമിറ്റന്റ് ആയിട്ട് മഴ പെയ്തിരുന്നു. ഇറ്റ് റെയിൻഡ് intermittently the past 5 days. അവർ 35 വർഷമായി വിവാഹിതരാണ്. അവർ 35 വർഷമായി വിവാഹിതരാണ്. They have been married for 35 years. They have been married for 35 years. അവൻ വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അവൻ വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. He is saying he isn't going to come.
He is saying, അവൻ പറയുകയാണ്, he isn't, he is not going to come. അവൻ വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവന് വേണ്ടി അവസാന നിമിഷം വരെ കാത്തുനിന്നു. ഞാൻ അവന് വേണ്ടി അവസാന നിമിഷം വരെ കാത്തുനിന്നു. I waited for him until the last minute. I waited for him until the last minute. Until the last minute. അവസാന നിമിഷം വരെ I waited for him. ഞാൻ അവന് വേണ്ടി കാത്തുനിന്നു. നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? What can I do to help you? What can I do to help you?